അപ്പോൾ മെറ്റൽ സ്റ്റെയറിൻ്റെ മെയിനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഒന്ന് കുറച്ച് ഏരിയയിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് സ്റ്റാർട്ടിങ് തന്നെ ഓപ്പണിംഗ് ആണ്, അതേമാതിരി എൻഡിലും ഓപ്പണിംഗ് ആണ്. എന്നാലും അവർക്ക് ആ ഏരിയയിൽ തന്നെ നമ്മൾ കൂടുതൽ ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റും. ബഡ്ജറ്റ് കോൺക്രീറ്റ് സ്റ്റെയറിനെ കുറച്ച് ചെറുതായിട്ടൊന്ന് കൂടും. ഇത് ഏകദേശം 2 ലക്ഷം റുപ്യേൻ്റെ അടുത്ത് വന്നൊരു സ്റ്റെയറാണ്. പക്ഷേ ഭംഗി അതിനുമാത്രം ഭംഗിയുണ്ട്. പോലെ നേരെ നമ്മളെ ലിവിങ് ഏരിയ എന്ന് കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. കുറച്ച് ഏരിയയിൽ ഒൽക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ വിചാരിച്ച രീതിയിൽ അത്ര രീതിയിൽ നമ്മൾ കോൺക്രീറ്റിൽ എന്ത് ചെയ്യാൻ RCC സ്റ്റെയറിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ചെയ്തത് 6mm ബോക്സ് സ്റ്റിങ്ങർ ആയിട്ടാണ്, 2 സൈഡിലൂടെ ഇങ്ങനെ വരുന്ന സ്റ്റിങ്ങർ ആയിട്ടാണ് അത് ചെയ്തത്. പ്ലേറ്റൊക്കെ 10mm പ്ലേറ്റ് വെച്ചാണ്ടാണ് ഓരോരോ ത്രെഡും റൈസർ 15 സെൻറ്റിമീറ്റർ റൈസറൊക്കെ കൊടുത്താണ്ടാണ് ചെയ്തത്. അത് നമ്മളിവിടെ CNC ഉണ്ടല്ലോ, നമ്മൾ അണ്ടറുള്ള CNC ഉണ്ടായതുകൊണ്ട് ഏത് രീതിയിലും ഓരോ എഞ്ചിനീയർ, ഓൾക്ക് ഓൾറെഡി ഒരു എഞ്ചിനീയർ ഉണ്ട്, എന്നാലും ഒരു അവിടെ സ്റ്റെയർ കേസിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അതല്ല, ഞങ്ങളെ എഞ്ചിനീയർ ഒന്നുകൂടി അതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്ത് തരാം, ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് തരാം. അപ്പോൾ ഓൾക്ക് ആ ഡ്രോയിങ് നമ്മളെ ടീം തന്നെ ഡ്രോയിങ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഓൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓൾക്ക് പ്രൈസ് കൺസേൺ അല്ലാത്തതുകൊണ്ട് നമ്മളെന്ത് ചെയ്തു, അവിടെ നല്ലൊരു ഭംഗിയും ഉണ്ടാവും. അവൾക്ക് കുറച്ച് ഈ സ്റ്റാർട്ടിങ് വളരെ കുറച്ചേ ഉള്ളൂ അവൾക്ക്, അതായത് 180 ഉള്ളൂ. പക്ഷേ അത്രയും വലിയൊരു വീടിന് 180ലുള്ള സ്റ്റെയർ പറയുമ്പോൾ നമ്മൾ 90 ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് എന്ത് ചെയ്തു, 1.5 മീറ്ററിൽ നിന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ 1 മീറ്റർ ഇതിൽ തന്നെ കൊണ്ടുവന്ന് തിരിച്ച് മുകളിലെത്തുമ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നു, 1.5 മീറ്ററിലേക്ക് ഓപ്പണിംഗ് ആകുന്നു. അപ്പോൾ ആ രീതിയിലാണ് അത് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ അത്യാവശ്യം സ്പേസ് ഉള്ള രീതിയായിരിക്കും അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക.